യുവനടിയുടെ പീഡന പരാതിയെ തുടർന്ന് അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്ത് ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നു. പീഡന പരാതിയിൽ ഇന്നലെ വൈകിട്ടാണ് രഞ്ജിത്തിനെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിയോഫിൻ കൂടി ചേരുകയാണ് വിശദാംശങ്ങളുമായി. തിയോഫിൻ, അല്പം മുമ്പാണ് രഞ്ജിത്തിനെ എറണാകുളം സബ് ജയിലിലേക്ക് കൊണ്ടുവന്നത്. നമ്മൾ ആ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ ജയിലിലേക്ക് കയറ്റി കഴിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ? മറ്റു വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? രഞ്ജിത്ത് ഇപ്പോൾ എറണാകുളം സബ് ജയിലിലാണുള്ളത്. ഇന്ന് രാവിലെയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. അതായത് ഈ മാസം 13-ാം തീയതി വരെ റിമാൻഡിൽ തുടരും എന്നാണ് മജിസ്ട്രേറ്റ് വിധിച്ചിട്ടുള്ളത്. പക്ഷേ അതിനിടയിൽ ഇന്ന് രഞ്ജിത്തിൻ്റെ ജാമ്യാപേക്ഷയുണ്ട്, ഒപ്പം പോലീസിൻ്റെ കസ്റ്റഡി അപേക്ഷ. രണ്ടും ഇന്ന് എറണാകുളം മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നുണ്ട്. അതിലെന്തായാലും മജിസ്ട്രേറ്റിന് മുന്നിൽ ഈ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് രഞ്ജിത്തിൻ്റെ അഭിഭാഷകനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് രഞ്ജിത്തിനെ തൊടുപുഴയിൽ നിന്നും തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. തൊടുപുഴയിൽ നിന്ന് മുട്ടത്തേക്കുള്ള യാത്രയ്ക്കിടെയായിരുന്നു കാറിൽ യാത്ര ചെയ്തിരുന്ന രഞ്ജിത്തിനെ, സുഹൃത്തുക്കളൊപ്പം യാത്ര ചെയ്ത രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുക്കുമായിരുന്നു. നടൻ കൂടിയായ ബോബി ജോർജിൻ്റെ വാഹനത്തിലായിരുന്നു രഞ്ജിത്ത് ഉൾപ്പെടെ 4 പേർ യാത്ര ചെയ്യുന്നത്. രഞ്ജിത്തിൻ്റെ സംവിധാന സഹായികളൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു. ഇവരെ കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം എറണാകുളത്തെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസിൻ്റെ ഒരു പ്രത്യേക സംഘമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ രഞ്ജിത്തിനെതിരെയുള്ള കേസ് അന്വേഷിക്കുന്നത്. രഞ്ജിത്തിൻ്റെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നു വരികയാണ്. അതിൻ്റെ ലൊക്കേഷൻ ഫോർട്ട് കൊച്ചിയും കോട്ടയം ഉൾപ്പെടെയുള്ള ലൊക്കേഷനുകളിൽ ഷൂട്ടിംഗ് നടക്കുന്നു. ഇതിനിടയിൽ ഫോർട്ട് കൊച്ചിയിൽ ഷൂട്ടിംഗ് നടക്കുന്നതിനിടെ ഈ കഴിഞ്ഞ ജനുവരി മാസം 28-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഷൂട്ടിങ്ങിനിടെ കാരവാനിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചു എന്നാണ് പരാതി. സ്ത്രീത്വത്തെ അവമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ള പരാതിയിലാണ് രഞ്ജിത്തിനെതിരെ കേസുള്ളത്. ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള ICC ആഭ്യന്തര പരാതി പരിഹാര സെൽ, കാരണം നമുക്കറിയാം കുറച്ച് നാളായി എല്ലാ സിനിമാ ലൊക്കേഷനുകളിലും മലയാള സിനിമയിൽ അത് ആഭ്യന്തര പരാതി പരിഹാര സെൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ പരാതി പരിഹാര സെല്ലിനെ ICC വിവരം അറിയിച്ചെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല എന്നാണ് യുവനടി പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ DGPക്ക് പരാതി നൽകിയത്. DGP നൽകിയ പരാതി എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറി. തുടർന്ന് പോലീസ് കമ്മീഷണർ നിർദ്ദേശപ്രകാരം എറണാകുളം വനിതാ പോലീസാണ് കേസെടുത്തത്. ഈ കേസിന് നേതൃത്വം നൽകുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘമുണ്ട്. DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഇവർ ഈ അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഇന്നലെ രഞ്ജിത്ത് തൊടുപുഴയിൽ നിന്ന് മുട്ടത്തേക്കുള്ള യാത്രയിലാണെന്ന് വിവരം ലഭിച്ചത്. തുടർന്നാണ് വളരെ പെട്ടെന്ന് തന്നെ, കാരണം അതിന് മുൻപുള്ള ദിവസം ഈ പരാതിക്കാരിയായ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മാർച്ച് 27-ാം തീയതിയാണ് പോലീസിന് പരാതി ലഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർന്നുള്ള 2 ദിവസം കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയും രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ഉണ്ടായത്. വളരെ പെട്ടെന്ന് തന്നെ പോലീസ് ഈ കേസിൽ നടപടിയെടുത്തു. ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. സ്ത്രീത്വത്തെ അവമാനിക്കൽ ഉൾപ്പെടെയുള്ള കേസുകളാണ്. അതിനെ തുടർന്ന് ഇന്നലെ അറസ്റ്റ് ചെയ്തു, കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്ത രഞ്ജിത്തിനെ രാത്രി എറണാകുളം പോലീസ് ഇവിടെ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം എത്തി രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങി. രാത്രി 12 മണിയോടുകൂടി തൊടുപുഴയിൽ നിന്നും സംഘം പുറപ്പെട്ടു. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. വൈദ്യപരിശോധന ഉണ്ടായിരുന്നുകൊണ്ട് എറണാകുളം ജനറൽ ആശുപത്രി എത്തിച്ചു. വൈദ്യപരിശോധനയ്ക്കിടെ ECGയിൽ വ്യത്യാസവും ഉയർന്ന രക്തസമ്മർദ്ദവും കണ്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ തന്നെ തുടരാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. രാത്രി ഡ്രിപ്പ് ഉൾപ്പെടെ നൽകി ആശുപത്രിയിൽ കഴിഞ്ഞു. രാവിലെ ആരോഗ്യസ്ഥിതി കുഴപ്പമില്ല എന്ന് കണ്ടതിനെ തുടർന്നാണ് രാവിലെ 7 മണിയോടുകൂടി മജിസ്ട്രേറ്റ് മുന്നിലേക്ക് കൊണ്ടുപോയത്. മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാക്കിയ രഞ്ജിത്തിനെ പിന്നീട് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം മടങ്ങി വരുമ്പോൾ സബ് ജയിലിലേക്ക് കൊണ്ടുവരുന്ന വഴി വീണ്ടും ആശുപത്രിയിൽ എത്തിച്ചു. വൈദ്യപരിശോധന നടത്തിയ ശേഷമാണ് വീണ്ടും സബ് ജയിലിലേക്ക് എത്തിച്ചത്. നിലവിൽ ഇപ്പോൾ എറണാകുളം സബ് ജയിലിലാണ് രഞ്ജിത്തുള്ളത്. ശരി, തിയോഫിൻ, വ്യക്തമാണ് വിവരങ്ങൾ. യുവനടിയുടെ പീഡന പരാതിയെ തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. എറണാകുളം സബ് ജയിലിലേക്കാണ് ഇപ്പോൾ രഞ്ജിത്തിനെ മാറ്റിയിരിക്കുന്നത്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് കാരവാനിൽ വെച്ച് ലൈംഗികമായി അതിക്രമിച്ചു എന്നാണ് യുവനടിയുടെ പരാതി. അതിനെ തുടർന്നാണ് ഇന്നലെ വളരെയധികം കുറ്റമറ്റ രീതിയിൽ പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തൊടുപുഴയിൽ വെച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വിവരങ്ങളാണ് തിയോഫിൻ പങ്കുവച്ചത്.